പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം. സംസ്ഥാനതല വിദഗ്ധ സമിതി റിപ്പോർട്ട് വേഗത്തിൽ സമർപ്പിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ജില്ലാതല വിദഗ്ധ സമിതിയിലെ ഒരംഗത്തിന്റെ നിഷ്പക്ഷ അഭിപ്രായത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ് കുട്ടിയുടെ അച്ഛൻ സൂരജ് പറയുന്നത്. 5 പാനൽ ഉണ്ടായിരുന്നു. 5 പാനലിൽ 3 പേര് നമുക്ക് അനുകൂലമായിട്ട് സംസാരിച്ചതായിരുന്നു. ഈ ഡോക്ടേഴ്സിൻ്റെ നെഗ്ലിജൻസി ഉണ്ട്, അതിൽ ഒരാൾ നെഗ്ലിജൻസി ഇല്ല എന്നാണ് പറഞ്ഞത്. ഒരാൾ അതിൽ ന്യൂട്രലായിട്ട് സംസാരിച്ചതായിരുന്നു. അത് ഇനി റിപ്പോർട്ട് വന്നത്, ഫൈനലി റിപ്പോർട്ട് വന്നതിൽ അറിയാൻ വന്നത് 3 പേര് നമ്മളുടെ ഭാഗത്ത് പറയുന്നുണ്ട്. അതിൽ 2 പേര് ആയിട്ട് അത് ആഡ് ആയിട്ടുണ്ട്. അതായത് ഒരാൾ ന്യൂട്രൽ ഉള്ള ആൾ ഇപ്പം അവർക്ക് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു ശങ്ക ഉണ്ട്. അതെന്താണ് മീറ്റിങ്ങിൽ പറഞ്ഞ ഒരു കഴിഞ്ഞിട്ട് വീണ്ടും ഈ റിപ്പോർട്ട് വന്നതിൽ അതെന്താണ് അങ്ങനെ വന്നത്, അതൊരു ചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാൻ വേണ്ടി. നിഖിൽ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നിഖിൽ, ഈ റിപ്പോർട്ടിൽ ദുരൂഹതയുണ്ട് എന്നാണല്ലോ ഇപ്പോൾ കുടുംബം പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ആരോപിക്കുന്നത്? ഹർഷൻ, ഇക്കാര്യത്തിൽ നേരത്തെ ജില്ലാതല മെഡിക്കൽ എക്സ്പേർട്ട് കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ 3 പേർ ഈ ദേവാൻ ശൗര്യയുടേത് ചികിത്സാ പിഴവ് കൊണ്ടുള്ള മരണമാണെന്നൊരു നിലപാടാണ് എടുത്തത്. മറ്റ് 2 പേർ ഇത്തരത്തിൽ ആശുപത്രിക്ക് വീഴ്ചയില്ല എന്നൊരു നിലപാട് എടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ പക്ഷേ ഈ പുതിയ റിപ്പോർട്ട് വരുന്ന സമയത്ത് 2 പേർ ഉണ്ടായിരുന്നത് ഒരാളുടെ അഭിപ്രായം നിഷ്പക്ഷ അഭിപ്രായം എന്ന രീതിയിലേക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബം ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത്. അതായത് ഈ നേരത്തെ ആശുപത്രിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിച്ച ഒരാളാണ് 3 പേർ തങ്ങൾക്ക് അനുകൂലമായി പറയുകയും ചെയ്തു. പക്ഷെ ഫൈനൽ റിപ്പോർട്ടിൽ ഇപ്പോൾ ഒരാൾ നിഷ്പക്ഷ അഭിപ്രായം, അതായത് തനിക്ക് ഒരഭിപ്രായവും ഇല്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നതിൽ വ്യക്തത വരണം എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അത് മാത്രമല്ല, ഈ ജില്ലാതല വിദഗ്ധ സമിതിയിൽ 2 അഭിപ്രായം വന്ന സാഹചര്യത്തിൽ നടപടിക്രമം അനുസരിച്ചാണ് സംസ്ഥാനതല വിദഗ്ധ സമിതിക്ക് ഈ റിപ്പോർട്ട് പരിശോധനയ്ക്കായി കൈമാറുന്നത്. അതിലെ തുടർ നടപടികൾ നിലവിൽ വേഗത്തിലല്ല നീങ്ങുന്നത്. അത് പെട്ടെന്ന് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നൊരു ആവശ്യം കൂടി കുടുംബത്തിനുണ്ട്. കാരണം ആ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമാണ് പോലീസിന് മറ്റ് നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം മുഖ്യമന്ത്രിയെ കാണാൻ ഉൾപ്പെടെ തീരുമാനിച്ചിട്ടുമുണ്ട്. ഈ നിയമ പോരാട്ടം ഏതായാലും തുടരുമെന്നും നിലവിൽ വലിയൊരു സംരംഭത്തോടാണ് തങ്ങൾ ഇത്തരത്തിൽ നിയമ പോരാട്ടം നടത്തുന്നത്. അതുകൊണ്ട് വിജയം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ തങ്ങൾക്ക് സംശയമുണ്ട്. പക്ഷേ എന്തു തന്നെ ആയാലും പോരാട്ടം തുടരും എന്നുവരെ ഈ കുട്ടിയുടെ അച്ഛൻ അവരുടെ പ്രതികരണമായി പറയുന്നുണ്ട്. ഏതായാലും വിദഗ്ധ സമിതി റിപ്പോർട്ടിലെ വിശദമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്ന കാര്യം കൂടി കുടുംബം നേരത്തെ തന്നെ ആവശ്യമായി ഉന്നയിച്ചതുമാണ്. നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.